മീഡിയേഷൻ അംഗങ്ങളുമായിട്ടുള്ളതായ ചർച്ച ഇന്നലെ അവസാനിച്ചതാണ്. അവസാനിച്ചു പോകുന്ന കാര്യത്തിൽ പിന്നെയും തിരിഞ്ഞു നോക്കുകയില്ല എന്ന് പറഞ്ഞെങ്കിലും അവർ വീണ്ടും പിന്നാലെ വന്ന് ഞങ്ങൾ പറയുന്ന ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചു, ഫലമൊന്നും ഉണ്ടായില്ല. ഇതെല്ലാ ദിവസവും ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്നുള്ളത് പല വഴിക്ക് മറിച്ചും തിരിച്ചും മറിച്ചും പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ബഹുമാനപ്പെട്ട കളക്ടറുടെ കൂടെ ഏതാണ്ട് 12:30 മണി മുതൽ ഞങ്ങൾ ഇരിക്കുകയാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. കളക്ടറും പരിവാരവും ഇവിടെ വരെ വന്ന് സ്ഥിതിഗതികളൊക്കെ വീക്ഷിച്ചു പോയിട്ടുണ്ട്. എപ്പോഴും പുതിയ പുതിയ നിർദ്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വയ്ക്കും. പക്ഷേ എല്ലാം അവകാശപ്പെട്ടവരായ നമ്മൾ എല്ലാത്തിൽ നിന്നും കുറേശ്ശെ പിടിവിടണമെന്നും ഒരവകാശവും ഇല്ലാത്തവർക്ക് കുറേശ്ശെ എല്ലാം കൈക്കലാക്കണമെന്നുമുള്ളതായ നിർദ്ദേശങ്ങളാണ് മോളിൽ നിന്ന് വരുന്നത്. നമ്മളെല്ലാ അവകാശവും ഉള്ളവരാണ്. പക്ഷെ നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോ അടി താഴേക്ക് ഇറങ്ങി കയ്യിൽ സിദ്ധിച്ചതെല്ലാം അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ടതെല്ലാം ഓരോന്നോരോന്നായി വിട്ടുകൊടുക്കണം. എന്നാൽ ഒരു അവകാശവുമില്ലാത്തവർ മറുവശത്ത് നിൽക്കുന്നു. അവർക്ക് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ സമ്പാദിച്ചു കൊടുക്കുവാനായിട്ട് അധികൃതർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഈ ചർച്ചകളുടെയൊക്കെ നീണ്ടുപോകുന്നതിന്റെ കാരണം. അതിന്റെയൊക്കെ ഫലവും അത് തന്നെയാണ്. അതല്ലാതെ ഇതുവരെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. നമുക്ക് താഴാവുന്നതിന്റെ അങ്ങേയറ്റം വരെ താണു കഴിഞ്ഞു. ഇനി അവിടെ നിന്ന് താഴാനായിട്ടില്ല. അതുകൊണ്ട് നമ്മള് ഉപവാസ പ്രാർത്ഥന ശക്തമാക്കുന്നു. നാളെ നമ്മളുടെ പള്ളികളിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സ്ത്രീ പുരുഷന്മാരെല്ലാവരും ചേർന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് മൗനജാഥ നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്നതാണ്. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് അതിൽ കൂടിയ വലിയ പരിപാടികളൊന്നുമില്ല. മൗനജാഥ ചെന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് നമ്മുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഒരു ചെറിയ മീറ്റിംഗ് ഒക്കെ കൂടാവുന്നതാണ്. അതിനുശേഷം പിന്നെയുള്ള കാര്യങ്ങൾ പിന്നീട് നിശ്ചയിച്ച് അറിയിക്കുന്നത്. ഇന്നലെ ആഹ്വാനം ചെയ്തതനുസരിച്ച് കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയുടെ ഓഫീസിന് മുമ്പിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു ധർണ നടക്കുകയുണ്ടായി. ഏലിയ കത്തീഡ്രൽ ആളുകളെല്ലാം ഒരുമിച്ചുകൂടി ഒരു 14,000 ജനം അവിടെ നിന്ന് കോട്ടയം പട്ടണം ചുറ്റി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഓഫീസിന് മുമ്പിൽ ചെന്ന് അവിടെ കുത്തിയിരിപ്പ് നടത്തി. എല്ലാം സമാധാനപരമായിരുന്നു. അക്രമാസക്തമാകാൻ നമുക്ക് സാധിക്കുകയില്ല, കഴിയുകയില്ല. നമ്മളതിന് പഠിച്ചിട്ടില്ല. ഒരുപക്ഷെ അതാണോ നമ്മളുടെ ബലഹീനതയായി ഗവൺമെന്റ് കണക്കാക്കി നമ്മളെ വിഷമിപ്പിക്കുന്നത് എന്ന് പോലും ചിന്തിച്ചു പോവുകയാണ്. തികച്ചും സമാധാനപരമായി നടന്ന ഒരു കാര്യമായിരുന്നു. ജനശ്രദ്ധ പിടിച്ചുപറ്റുവാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അതിനുശേഷം അവിടെയുള്ളതായ വാഹനങ്ങൾ എല്ലാം മണിക്കൂറുകളോളം കോട്ടയം പട്ടണം സ്തംഭിക്കുന്നതായ അവസ്ഥയുണ്ടായി. മേപ്രാൽ, പത്തനംതിട്ട സ്ഥലങ്ങളിൽ പോയ MLA-മാരെയും മന്ത്രിമാരെയും ഒക്കെ വഴി തടയുന്നതായ സംഭവം ഉണ്ടായിട്ടുണ്ട്. മന്ത്രി അടൂർ പ്രകാശ് പത്തനംതിട്ട നമ്മുടെ അരമനയിൽ കയറി അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് വഴിയിലിറങ്ങാൻ പാടില്ലാത്ത ഒരവസ്ഥയാണ്. വഴിയിൽ എതിരെ പോയാലും കടത്തിവിടാത്ത ഒരവസ്ഥയിൽ അദ്ദേഹം വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഇന്നുണ്ടായിട്ടുണ്ട്. എവിടെയും അക്രമം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഓർക്കുന്നു. കാരണം കൂടിക്കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജനങ്ങളെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പാടില്ലാത്ത അവസ്ഥ വരുമെന്നുള്ളത് അത് ദൈവം കാത്തു. കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ ഇതുവരെയും കടന്നു പോയിട്ടുണ്ട്. നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥന ദൈവം കേൾക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാലതാമസം വരുന്നു. നമ്മുടെ പിതാക്കന്മാർ അതിനൊപ്പം ക്ഷീണിതരായിക്കൊണ്ടിരിക്കുന്നു. മെഡിക്കൽ റിപ്പോർട്ട് പല തരത്തിലുള്ളതായ ആശങ്കകൾ ഉളവാക്കുന്നു. ഏതായാലും മലങ്കര സഭ മുഴുവനും അഭിമന്യരായ പിതാക്കന്മാരുടെ പിന്നിൽ നിന്നുകൊണ്ട് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ ഇവിടെ നിറച്ച് ജനം ഉണ്ടാകണം. പ്രത്യേകിച്ച് കോലഞ്ചേരിക്കാരോടുള്ളതായ ഒരപേക്ഷയാണ്. സ്ത്രീ പുരുഷന്മാരെല്ലാവരും ഇവിടെ വന്ന് പിതാക്കന്മാരുടെ സന്നിധിയിൽ
ജാഗരിക്കുവാൻ തക്കവണ്ണം തയ്യാറായി വരണമേ എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ്. ദൂരെയുള്ളവർക്ക് വരുവാൻ പ്രയാസം, വൈദികരെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ച വൈകുന്നേരം എത്താൻ പ്രയാസമുള്ള ദിവസമാണ്. നാളെ ഞായറാഴ്ച എല്ലാവർക്കും ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾ, സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് ഈ രാവ് പിതാവിനോടൊപ്പം നമുക്ക് ജാഗരിക്കേണ്ടതായിട്ടുണ്ട്, പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും അതിനായി തയ്യാറായി ഇവിടെ സന്നിഹിതരാകുക. അഭിവന്യ തിരുമേനി കൽപ്പിച്ചത് പതിവിലധികം ആൾക്കാർ ഈ രാത്രിയിൽ ഇവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും അടുത്തുള്ള വീടുകളിൽ പോയി വരണമെന്നുണ്ടെങ്കിൽ നേരത്തെ പോയിട്ട് വരിക, രാത്രിയിൽ ഇവിടെ ആയിരിക്കുവാൻ തക്കവണ്ണം.